ജീവിത പങ്കാളിയുടെ സമ്മതത്തോടെ മറ്റൊരാളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് കൺസെൻഷ്വൽ നോൺ മൊണോഗമി അല്ലെങ്കിൽ എത്തിക്കൽ നോൺ മൊണോഗമി എന്നറിയപ്പെടുന്നു. റീസെൻ്റായിട്ട് വന്ന 2 കൗൺസിലിംഗ് അനുഭവങ്ങളാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പ്രേരണയായത്. ഒരാളിൻ്റെ വിഷയം, അദ്ദേഹം കുറച്ച് സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഭാര്യ തൻ്റെ ആൺ സുഹൃത്തിൻ്റെ കയ്യിൽ നിന്നും കുറച്ച് രൂപ കടം വാങ്ങിയിട്ടുണ്ട്. ആ സുഹൃത്തുമായി സെക്ഷൽ റിലേഷൻഷിപ്പിന് അവർ പെർമിഷൻ ചോദിക്കുന്നു. ഇതൊക്കെ ഇപ്പോൾ സാധാരണമാണെന്ന് പറഞ്ഞ് അവർ നിർബന്ധിക്കുകയാണ്. എനിക്കൊരു ഉപദേശം വേണം. രണ്ടാമത്തെ അനുഭവം, ഹസ്ബൻഡിന് മറ്റൊരു സ്ത്രീയുമായി സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ട്. അവർ അവിവാഹിതയാണ്. എൻ്റെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഇത് ആരംഭിച്ചത്. അവരുമായി വൈകാരികമായ ഒരു അടുപ്പം ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പ് തന്നിരുന്നു. പക്ഷേ ഇപ്പോൾ എന്നെ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് പോലെ തോന്നുന്നു. പഴയ കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ ബഹുഭാര്യാത്വവും ബഹുഭർത്തൃത്വവും ഒക്കെ കേരളത്തിൽ നിലനിന്നിരുന്നു. പക്ഷേ ഇന്ന് ആധുനികവും യാഥാസ്ഥിതികത്വവും അതുപോലെ തന്നെ ഏകഭാര്യാത്വവുമായ കുടുംബ മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കപ്പെടുന്നു. ഒരു ധാർമ്മികമായ ചട്ടക്കൂടിനുള്ളിൽ ദാമ്പത്യം കൂടുതൽ കരുത്താർജിക്കുന്നു. ഈ മുകളിൽ പറഞ്ഞ 2 അനുഭവങ്ങളിൽ ആദ്യത്തേതിൽ ഭാര്യ ഇതിൻ്റെ മെറിറ്റായി പറയുന്നത് ഒരേ പങ്കാളിയിൽ നിന്നും മാത്രം ലഭിക്കാത്ത മാനസികവും ശാരീരികവുമായ ആവശ്യങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നു. ഉഭയസമ്മതപ്രകാരമായതിനാൽ അവിടെ ചതിക്കപ്പെടുന്നില്ല. അതുപോലെ പരസ്പരമുള്ള തുറന്ന ആശയവിനിമയം നടത്തുന്നത് കൊണ്ട് ബന്ധം കൂടുതൽ ദൃഢപ്പെടുന്നു. തൻ്റെ പങ്കാളിയുടെ മറ്റു ബന്ധങ്ങളെ ഉൾക്കൊള്ളുന്നത് കൊണ്ട് വൈകാരികമായി പക്വതയുള്ളവരായി മാറുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇതിന് ദോഷങ്ങളേറെയാണ്. ഏറ്റവും പ്രധാനം, വൈകാരിക സംഘർഷങ്ങൾ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകുന്നു. തൻ്റെ പങ്കാളിയോട് മറ്റുള്ളവർ അടുപ്പം കാണിക്കുന്നത് മാനസിക വിഷമവും അരക്ഷിതത്വ ബോധവും ഉണ്ടാക്കുന്നു. രണ്ടാമതായി, നമ്മുടെ സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലത്തിൽ ഇത്തരം ബന്ധങ്ങൾക്ക് വലിയ സ്വീകാര്യത ലഭിക്കാറില്ല. അങ്ങനെ സമൂഹത്തിൽ ഒറ്റപ്പെടാനിടയാകും. ഒന്നിലധികം വ്യക്തികളുമായുള്ള ലൈംഗിക ബന്ധം സുരക്ഷിതമല്ലെങ്കിൽ ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള രോഗങ്ങളുണ്ടാകാം. ഇതിനെല്ലാം ഉപരി ഇത് കുട്ടികളുടെ ഭാവിയെ ബാധിക്കും. അതായത് മാതാപിതാക്കളുടെ ഇത്തരം ബന്ധങ്ങൾ കുഞ്ഞുങ്ങളുടെ മാനസിക വളർച്ചയെയും അവരുടെ സുരക്ഷിതത്വ ബോധത്തെയും വളരെ ദോഷകരമായി ബാധിച്ചേക്കാം. നമ്മുടെ കുടുംബ ബന്ധങ്ങൾ നിലനിൽക്കുന്നത് പരസ്പര വിശ്വാസത്തിൻ്റെയും പ്രതിബദ്ധതയുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ്. ഇതുപോലെയുള്ള ബന്ധങ്ങൾ ആ കുടുംബത്തിൻ്റെ തന്നെ ഭദ്രതയും ഐക്യവും ഇല്ലാതെയാക്കും. എത്ര പുരോഗമനവാദിയായാലും നമ്മുടെ സാമൂഹിക ചുറ്റുപാടിൽ നിരന്തരം അപകർഷതാബോധം അനുഭവിക്കാനിടയാവുകയും അത് ആ വ്യക്തിയെ ആത്മവിശ്വാസവും ആത്മാഭിമാനവും ഇല്ലാത്തവരാക്കി മാറ്റുകയും ചെയ്യും. ഇത്തരം ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പങ്കാളികൾക്കിടയിൽ ആശയവിനിമയത്തിന് കൂടുതൽ സമയം ചെലവാക്കേണ്ടി വരുന്നു. ഇത് തൻ്റെ പേരൻസിന് അല്ലെങ്കിൽ ജീവിത പങ്കാളിക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന ക്വാളിറ്റി ടൈമിൽ കുറവ് വരുത്തുന്നു. തൻ്റെ കുടുംബാംഗങ്ങളുടെ നന്മയെ ലക്ഷ്യമാക്കിയുള്ള കോമൺ ഗോളിലേക്ക് പ്രൊഡക്റ്റീവായി ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതിന് പകരം ആത്മസംഘർഷങ്ങളിൽപ്പെട്ട് സമയം വൃഥാ കളയുന്നു. ചുരുക്കി പറഞ്ഞാൽ, ഇത്തരം ബന്ധങ്ങൾ വടി കൊടുത്തടി വാങ്ങിക്കുന്നു എന്ന ചൊല്ലിനെ അന്വർത്ഥമാക്കുന്നു.